ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിമന്യു. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു ഗ്രോ ഓൺ ഇൻസ്റ്റാഗ്രാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ വളരാം, അതുപോലെ തന്നെ എങ്ങനെ കുറേ ഫോളോവേഴ്സും കിട്ടാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിൽ ഞാൻ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് 3-4 ടിപ്സിനെ പറ്റിയാണ്. അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ആ ടിപ്സൊക്കെ ഞാൻ പല സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുമ്പോൾ ഈ ടിപ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ദിസ് വീഡിയോ മൈറ്റ് ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ് ഓൾസോ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, എന്തായാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന് മുന്നേ ഞാൻ എൻ്റെ ഇൻട്രോ ഒന്ന് റോൾ ചെയ്തേക്കട്ടെ. Hello guys, welcome everyone to Social Freelancer. Welcome everyone to Social Freelancer. Today I'm going to talk about this topic is about my name is Abhimanyu. അപ്പോൾ ആ ടിപ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചെറിയൊരു 2 കാര്യം പറയാനുണ്ട്. കുറച്ച് ആൾക്കാർ ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഫോളോവേഴ്സിനെ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഫേക്ക് ഫോളോവേഴ്സ് ഒക്കെ ആയിരിക്കും, ജെന്യുവൻ ആയിരിക്കില്ല. പിന്നെ കുറേ ആപ്സ് ഉണ്ട്, ആപ്സ് വെച്ചിട്ട് ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടി കുറേ പേര് നോക്കുന്നുണ്ട്. പ്ലീസ് അങ്ങനെ ഒന്നും ട്രൈ ചെയ്യരുത്. ഇൻ കേസ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരു തീം ബേസ്ഡ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണെങ്കിൽ, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ തീം അനുസരിച്ചുള്ള ഓഡിയൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഫേക്ക് ഫോളോവേഴ്സ് ആയിരിക്കും അധികം വരിക. പിന്നെ ഒരു കാര്യം നോട്ട് ചെയ്യുക, 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളെ എന്തായാലും അൺഫോളോ ചെയ്യും. സോ ട്രൈ ടു ഗെറ്റ് മോർ ഫോളോവേഴ്സ് വിച്ച് ഇസ് ജെന്യുവിൻ. നിങ്ങളുടെ തീം ബേസ്ഡ് ഓഡിയൻസ് ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ അടുത്ത കാര്യം, ഇത് കുറേ മുന്നേ യൂട്യൂബിലൊക്കെ വന്ന ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് ഫോളോ അൺഫോളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോളോവേഴ്സ് കൂടും. ഞാനും അത് ട്രൈ ചെയ്തൊരു മെത്തേഡാണ്. കുറേ കൊല്ലം മുന്നേ ഞാനും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ 100 ഫോളോവേഴ്സ് ആയ ടൈമിൽ ഞാനും ഇൻസ്റ്റഗ്രാമിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് ഞാൻ ഫോളോ അൺഫോളോ ഒക്കെ കുറച്ച് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു 50 ഫോളോവേഴ്സ് എക്സ്ട്രാ കൂടി. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ സന്തോഷിച്ചു. പിന്നെ അതങ്ങനെ ടൈമൊക്കെ കഴിഞ്ഞ് പിന്നെ അതിനെ പറ്റിയൊക്കെ മറന്നു. പിന്നെ ഇതിപ്പോൾ ഈ 2019 രണ്ടാഴ്ച മുന്നേ, ഇപ്പോൾ ഈ മാസം 2 ആഴ്ച മുന്നേ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, ട്രൈ ചെയ്തു. പക്ഷേ ഒരു കാര്യം മാത്രം ഓർത്തില്ല, ഇൻസ്റ്റാഗ്രാമിന് ആ ട്രിക്ക് ഓൾറെഡി മനസ്സിലായി. ഇൻസ്റ്റാഗ്രാം അൽഗോരിതം ചേഞ്ച് ആയിട്ടുള്ള ഒരു ടൈമാണിത്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് പോയിട്ട് ഞാൻ ഫോളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് കുറച്ച് ഫോളോവേഴ്സ് കൂടി. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്തു, എന്നെ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്തു. വേറെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതിൽ ജസ്റ്റ് 1 ഡേ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് കിട്ടും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് ഫോളോ അൺഫോളോ, അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് തന്നെ ആവണമെന്നില്ല, ഒരു അക്കൗണ്ട് തന്നെ ഫോളോ അൺഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ടെമ്പററി ആയിട്ട് ഒരു വാർണിംഗ് കിട്ടും. അപ്പോൾ പരമാവധി നിങ്ങളത് ചെയ്യുന്നത് ഒഴിവാക്കാൻ നോക്കുക. ഓക്കെ, നമ്മൾ ഇനി ചെറിയ ടിപ്സിലേക്ക് കിടക്കാം. ഒരു 3-4 ടിപ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓഡിയൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫോട്ടോസിനും വീഡിയോസിനൊക്കെ കുറേ കമൻസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അവർ കമൻറ്റ് ചെയ്യും, പക്ഷെ കമൻറ്റ് കണ്ടിട്ട് നമ്മൾ കമൻറ്റ് ജസ്റ്റ് വായിച്ചിട്ട് ജസ്റ്റ് വേറെ സ്ക്രോൾ ചെയ്ത് പോകരുത്. പരമാവധി അവരുടെ കമൻറ്റ് നല്ല വാല്യുബിൾ കമൻറ്റ് ഒക്കെ ആണെങ്കിൽ, എന്തെങ്കിലും തമാശയായ കമൻറ്റും ആയിക്കോട്ടെ, നമ്മൾ അതിന് മറുപടി കൊടുത്തിരിക്കണം. പിന്നെ പരമാവധി അവരെ കമൻറ്റ് ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം. അതായത് പരമാവധി ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക ഓഡിയൻസ് ആയിട്ട്. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ഡിസ്കവർ ഓപ്ഷനിൽ പോയാൽ കുറേ ഫോട്ടോസൊക്കെ കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോട്ടോ അതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണുമല്ലോ, അതിൽ കമൻറ്റ്സ് കുറേ കാണുമല്ലോ. ഞാൻ പറയുന്നത് കമൻറ്റ് ഫുള്ള് വായിച്ച് നോക്കണമെന്നല്ല, ഒരു 1-2 കമൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നല്ല കമൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമൻറ്റിന് ആ പെർട്ടിക്കുലർ കമൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. കമൻറ്റ് റിപ്ലൈ ചെയ്യാൻ വേണം, കമൻറ്റ് ലൈക്ക് ചെയ്തോളൂ. കമൻറ്റ് റിപ്ലൈ ചെയ്താൽ നിങ്ങൾ ആ പെർട്ടിക്കുലർ യൂസർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടന്നു അവിടെ, റൈറ്റ്? അപ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളുടെ പ്രൊഫൈൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബയോ എല്ലാം നല്ല പ്രൊഫഷണൽ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫീഡൊക്കെ നല്ല അടിപൊളിയായി നല്ല ഡിസൈനായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു ഫോളോവറിന് അവിടെ നിന്ന് കിട്ടും. അതല്ലാതെ നിങ്ങളുടെ ഫീഡൊക്കെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓർഡർ ഇല്ലാതൊക്കെയാണ് നിങ്ങളുടെ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ, അതുപോലെ തന്നെ ബയോയിൽ ഒന്നും എഴുതിയിട്ടില്ലെന്നെങ്കിൽ അവിടെ ഒരു ഫോളോവറിനെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക, ഇൻട്രാക്ട് ചെയ്യാം. നിങ്ങളുടെ ഓഡിയൻസ് ആയിട്ട് പരമാവധി ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. അത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എൻഗേജ്മെൻറ്റും പിന്നെ ഫോളോവേഴ്സിനെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അത് ആദ്യത്തെ ടിപ്പാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ പ്രൊമോഷൻ. പ്രൊമോട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നല്ലൊരു വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു ഫോട്ടോ ആണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുന്നതിനെക്കാട്ടും നല്ലൊരു റീച്ച് പ്രൊമോഷനിൽ നിന്ന് കിട്ടും.
ഓക്കെ, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു റീച്ച് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റീച്ച് ഒരു 10,000 കിട്ടുന്നുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്താൽ ചിലപ്പോൾ അതിന് ഡബിൾ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്നെ നിങ്ങൾ അടിയിൽ കാണാം പ്രൊമോട്ട് എന്ന ഓപ്ഷൻ. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം പരമാവധി നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്ന് ചെയ്യാൻ നോക്കുക. ലാപ്ടോപ്പിൽ എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ പറയാം. business.facebook.com എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് ആഡ് പ്രൊമോട്ട് ചെയ്യാൻ. കാരണം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എല്ലാം തമ്മിൽ ലിങ്ക്ഡ് ആണല്ലോ. സോ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ആ ബിസിനസ് പേജ് വഴി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ആഡും റൺ ചെയ്യാവുന്നതാണ്. സോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ആഡ് റൺ ചെയ്യുമ്പോൾ പെർട്ടിക്കുലർ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ എൻ്റെ ബിസിനസ് കാലിക്കറ്റ് ആണെന്ന് വെച്ചോ, അപ്പോൾ ഞാൻ ദുബായ് അബുദാബി അമേരിക്ക ടാർഗറ്റ് ചെയ്ത ഒരു കാര്യവുമില്ല. ഓബിയസ്ലി റീച്ച് കിട്ടും, പക്ഷേ എൻ്റെ ബിസിനസ്സിന് അത് ഒരു ഉപകാരവും ചെയ്യില്ല. കാരണം ദുബായ് അബുദാബി ഒക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഓഡിയൻസ് മാത്രമേ എൻ്റെ ബിസിനസ്സിൻ്റെ പേജ് കാണത്തുള്ളൂ. വേറാസ് എൻ്റെ ആഡ് ഞാൻ കോഴിക്കോട്ടിലെ എൻ്റെ ബിസിനസ് എവിടെയാണ് അതിൻ്റെ നിയർ ബൈ ലൊക്കേഷനാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ബിസിനസ് കുറേ റീച്ചും കിട്ടും, അതുപോലെ തന്നെ കുറേ കോൾസും കിട്ടും. സോ പരമാവധി നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്ന് ആഡ് റൺ ചെയ്യാൻ നോക്കാം. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ആണ്. പരമാവധി ഇൻസ്റ്റഗ്രാം സ്റ്റോറി യൂസ് ചെയ്യാൻ നോക്കുക. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ IGTV-നെക്കാട്ടും പിന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെക്കാട്ടും കൂടുതൽ റീച്ച് കിട്ടുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ബിസിനസ് പേജ് ആണെങ്കിൽ താഴെ ഇൻസൈറ്റ് കാണാം. അപ്പോൾ നിങ്ങൾ ഇൻസൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം റീച്ച് കിട്ടി അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ വേറെ രീതിയിലാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ പോകുന്നത്. ഞാൻ ഒരാഴ്ച മുന്നേ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടു. അപ്പോൾ അതിൽ താഴെ നോക്കിയപ്പോൾ സീൻ എത്ര പേര് കണ്ടെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ഇൻസ്റ്റഗ്രാം സ്റ്റോറി സീൻ ബൈ 500 പീപ്പിൾ എന്ന് കണ്ടു. പക്ഷെ പോസ്റ്റിൽ നോക്കിയപ്പോൾ ഓൾറെഡി സീൻ ബൈ 98 പീപ്പിൾ ഇത്ര കണ്ടുള്ളൂ. അധികം ആൾക്കാരും സ്റ്റോറി കണ്ടത് എന്നെ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണ്. അതാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറീൻ്റെ ഒരു ഗുണം. നമ്മൾ ഫോളോ ചെയ്യാത്ത ആൾക്കാർ വരെ സ്റ്റോറി കാണും. പക്ഷെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലും അതിൽ ഹാഷ്ടാഗ്സ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് മാത്രമേ ആ പോസ്റ്റ് കാണത്തുള്ളൂ. റൈറ്റ്? ഓക്കെ ദെൻ. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിനെ പറ്റി തന്നെയാണ്. ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൽ നമ്മൾ കുറേ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഫീച്ചേഴ്സ് അതായത് കുറേ സ്റ്റിക്കേഴ്സ്, പോൾ, കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അങ്ങനത്തെ ആ സ്റ്റിക്കേഴ്സ്, അതായത് കുറേ ഫീച്ചേഴ്സ് പരമാവധി യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുക, പരമാവധി റീച്ച് കിട്ടാനും ചാൻസ് ഉണ്ട്, ഫോളോവേഴ്സിനെ കിട്ടാനും കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെക്കാട്ട് കൂടുതൽ ക്രിയേറ്റീവായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ആണ്. ഇൻസ്റ്റഗ്രാം സ്റ്റോറി കൊണ്ട് ഒരാൾ ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എന്തായാലും അയാൾ വിസിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ഫോളോവറെ കിട്ടിയിരിക്കും. വെയിറ്റ് ചെയ്യുക. ഫോളോവറിനെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നടത്തരുത്. ഒരു ദിവസം എന്തായാലും നമുക്ക് നല്ല ഫോളോവേഴ്സ് കിട്ടിയിരിക്കും. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൽ കമൻറ്റിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ സോഷ്യൽ മീഡിയ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, then അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അപ്പോഴേക്കും